Hello students, Dynamics of Machinery third module Flywheel and Balancing ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഞ്ചിങ് പ്രസ്സിന്റെ പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യണത്. First problem, a punching press is driven by a constant torque electric motor. The press is provided with a flywheel that rotates at maximum speed of 250 rpm. The radius of gyration of flywheel is 0.6 meter. The press punches 700 holes per hour. Each punching operation takes 2 seconds and requires 16 kilonewton meter of energy. Find the power of motor and minimum mass of the flywheel if speed of the same is not to fall below 200 rpm. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മോട്ടറിൻ്റെ പവറും അതേപോലെ ഫ്ലൈ വീലിൻ്റെ മാസുമാണ്. അത് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തുടങ്ങാം. എ പഞ്ചിങ് പ്രസ് ഈസ് ഡ്രിവൺ ബൈ എ കോൺസ്റ്റന്റ് ടോർക്ക് ഇലക്ട്രിക് മോട്ടർ. ദി പ്രസ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ഫ്ലൈ വീൽ ദാറ്റ് റൊട്ടേറ്റ്സ് അറ്റ് മാക്സിമം സ്പീഡ് ഓഫ് 250 rpm. അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസിൽ മാക്സിമം സ്പീഡ് ഓഫ് ദി പഞ്ചിങ് പ്രസ് തന്നിട്ടുണ്ട്. അത് 250 rpm ആണ്. നമുക്കറിയാം മാക്സിമം സ്പീഡിനെ N1 എന്നും അതേപോലെ മിനിമം സ്പീഡിനെ N2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് സെൻറ്റൻസിൽ നിന്നും നമുക്ക് N1 എടുത്ത് എഴുതാം. That is N1 equal to 250 rpm. Third sentence, radius of gyration of flywheel is 0.6 meter. അതായത് K. അത് നമ്മൾ എടുത്ത് എഴുതി K equal to 0.6 meter. Next sentence, the press punches 700 holes per hour. Each punching operation takes 2 seconds and requires 16 kilonewton meter of energy. ആ സെൻറ്റൻസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രസ് പഞ്ചസ് 700 ഹോൾസ് പെർ അവർ. അവിടെ പെർ അവർ എന്നുള്ളത് ഞാൻ എഴുതാൻ വിട്ടുപോയി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെഴുതാം. അതായത് ഒരു മണിക്കൂറിൽ 700 ഹോൾസ് ആണ് പ്രസ് പഞ്ച് ചെയ്യുന്നത്. സോ ഈ ഡാറ്റയെ നമുക്ക് സ്മോൾ ലെറ്റർ എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എൻ ഈക്വൽ ടു 700 ഹോൾസ് പെർ അവർ. ഈച്ച് പഞ്ചിങ് ഓപ്പറേഷൻ ടേക്സ് 2 സെക്കൻഡ്സ്. അതായത് ഒരു പഞ്ചിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 സെക്കൻഡ്സ് വേണം. അതിന് നമുക്ക് ടി പി എന്ന് എഴുതാം. ടി പി ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആൻഡ് റിക്വയേഴ്സ് 16 kilonewton meter ഓഫ് എനർജി. ഇത് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഒരു ഡെറിവേഷൻ ചെയ്തായിരുന്നു. അവിടെ രണ്ട് എനർജീസ് ആണ് നമ്മൾക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് E1, മറ്റൊന്ന് E2. E1 എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചിങ് ഓപ്പറേഷന് വേണ്ടി വരുന്ന എനർജിയാണ് E1. E2 എന്ന് പറഞ്ഞാൽ മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയാണ് E2. ഇവിടെ ഒരു പഞ്ചിങ്ങിന് വേണ്ടി ഒരു പഞ്ചിങ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട എനർജിയാണ് തന്നിരിക്കുന്നത്. അതായത് E1 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് E1 ഈക്വൽ ടു 16 kilonewton meter. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 × 10⁻³ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത സെൻറ്റൻസ്, ഫൈൻഡ് ദി പവർ ഓഫ് ദി മോട്ടർ ആൻഡ് മിനിമം മാസ് ഓഫ് ദി ഫ്ലൈ വീൽ ഇഫ് സ്പീഡ് ഓഫ് ദി സെയിം ഈസ് നോട്ട് ടു ഫോൾ ബിലോ 200 rpm. അതായത് നമുക്ക് പവറും അതേപോലെ മാസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് ഒരിക്കലും 200 rpm താഴേക്ക് പോകാൻ പാടില്ല. അതായത് മിനിമം സ്പീഡ് എന്തായിരിക്കണം? 200 rpm ആയിരിക്കണം. മിനിമം സ്പീഡ് N2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അതും നമ്മൾ എടുത്ത് എഴുതണം. N2 ഈക്വൽ ടു 200 rpm. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പവർ ഓഫ് ദി മോട്ടർ. നമ്മൾ ഹെഡിങ് എഴുതി പവർ ഓഫ് ദി മോട്ടർ. ഇനി ടോട്ടൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു സെക്കൻഡിൽ എത്രത്തോളം എനർജി ആവശ്യം വരും എന്നുള്ളത്. നമുക്കിവിടെ ഗിവൺ ഡാറ്റയിൽ ഒരു പഞ്ചിങ് ഓപ്പറേഷന് വേണ്ട എനർജിയും പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്. അതായത് E1 ഈക്വൽ ടു എത്രയാണ്? 16 × 10⁻³ ന്യൂട്ടൺ മീറ്റർ. അതായത് ഒരു പഞ്ചിങ്ങിന് വേണ്ട എനർജി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ അത് കൂടാതെ N എന്നുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. N എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ അത് പഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഹോൾസിൻ്റെ എണ്ണമാണ് N. നമുക്ക് പെർ അവർ എന്നുള്ളത് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡിൽ പഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഹോൾസ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു പഞ്ചിങ്ങിന് വേണ്ട എനർജി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയും നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു പഞ്ചിങ്ങിന് വേണ്ട ഒരു ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ട എനർജി E1 ആണ്. ഒരു സെക്കൻഡിൽ പഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഹോൾസ് N ആണെങ്കിൽ ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? E1 × N എന്നുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ടോട്ടൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ആവശ്യമായിട്ട് വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു E1 × N. E1 എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചിങ്ങിന് വേണ്ട എനർജി ഇൻറ്റു നമ്പർ ഓഫ് ഹോൾസ് പഞ്ച് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ
പഞ്ച് ചെയ്യുന്ന ഹോൾസിൻ്റെ എണ്ണമാണ് n. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. E1 ഇൻറ്റു n ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 10⁻³ ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ 3600. അതായത് 700 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹോൾസ് മെയ്ഡ് പെർ അവർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 3600 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3111.11 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ആവശ്യമായിട്ട് വരുന്ന എനർജിയാണ് ഇത്. ഇനി നമുക്കറിയാം പവർ ഓഫ് ദി മോട്ടർ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾറെഡി നമ്മൾക്ക് കിട്ടി, അതായത് ടോട്ടൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? പവർ തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പവർ ഓഫ് ദി മോട്ടർ ഈക്വൽ ടു ടോട്ടൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3111.11 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അത് നമ്മൾ വാട്ട്സിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3111.11 വാട്ട്സ്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മിനിമം മാസ് ഓഫ് ദി ഫ്ലൈ വീലാണ്. അതിൻ്റെ ഹെഡിങ് എഴുതി നമുക്കതിലേക്ക് പോവാം. അവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. സിൻസ് ഈച്ച് പഞ്ചിങ് ഓപ്പറേഷൻ ടേക്സ് 2 seconds, എനർജി സപ്ലൈഡ് ബൈ ദി മോട്ടർ ഇൻ 2 seconds. അതായത് ഒരു പഞ്ചിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 seconds വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മോട്ടർ കൊടുക്കേണ്ട എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ മോട്ടറിൻ്റെ പവർ ഇൻറ്റു എന്തായിരിക്കും? ആ ഒരു പഞ്ചിങ്ങിന് വേണ്ട ടൈം ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. E2 ഈക്വൽ ടു പവർ ഓഫ് ദി മോട്ടർ ഇൻറ്റു 2. ഞാൻ ഒന്നുകൂടി പറയാം. E2 എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈഡ് ബൈ ദി മോട്ടറാണ്. ഒരു സെക്കൻഡിൽ സപ്ലൈ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ എത്രയാണ്? അതാണ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയത്, പവർ ഓഫ് ദി മോട്ടറായിട്ട് കണ്ടെത്തിയത്. ഒരു സെക്കൻഡിൽ 3211.11 വാട്ട്സ് ആണ് മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു പഞ്ചിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 സെക്കൻഡ് വേണം. അപ്പോൾ എത്രത്തോളം എനർജി പ്രൊവൈഡ് ചെയ്യണം? 3111.11 ഇൻറ്റു 2 ചെയ്യണം. 2 എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഒരു പഞ്ചിങ്ങിന് വേണ്ട ടൈമാണ്. അപ്പോൾ നമുക്ക് എഴുതാം E2 ഈക്വൽ ടു പവർ ഓഫ് ദി മോട്ടർ ഇൻറ്റു 2. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് 6222.22 ന്യൂട്ടൺ മീറ്റർ. അതായത് E2 കിട്ടി. അപ്പോൾ E2 ഫൈൻഡ് ഔട്ട് ചെയ്തത് ഞാനൊന്നുകൂടി പറയാം. E2 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പവർ ഓഫ് ദി മോട്ടറിന് ഒരു പഞ്ചിങ് ഓപ്പറേഷന് ടൈം ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് 6222.22. ഇനി ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡെൽറ്റ ഇ നമ്മളിത് ഡെറിവേഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. E1 മൈനസ് E2 ആണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. നമുക്ക് E1 അറിയാം, അതേപോലെ E2 അറിയാം. E1 നമ്മൾക്ക് ഗിവൺ ഡാറ്റയാണ്. E2 നമ്മൾ തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 9777.78 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഇനി നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മീൻ സ്പീഡ് ഓഫ് ദി ഫ്ലൈ വീലാണ്. മീൻ സ്പീഡ് ഓഫ് ദി ഫ്ലൈ വീൽ n ഈക്വൽ ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2. അതായത് മാക്സിമം സ്പീഡ് പ്ലസ് മിനിമം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം 225 RPM. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് മീൻ സ്പീഡ് അറിയാം, അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അറിയാം, മാക്സിമം സ്പീഡ് അറിയാം, മിനിമം സ്പീഡ് അറിയാം, അതേപോലെ തന്നെ ഡെൽറ്റ ഇ അറിയാം. അപ്പോൾ ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. We have delta E equal to pi square by 900 mk square n into n1 minus n2. ഇവിടെ മാസ് ഒഴികെ ബാക്കിയെല്ലാം നമുക്കറിയാം. നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ m equal to delta E into 900 divided by pi square k square n into n1 minus n2. ഇവിടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസും നമുക്കറിയാം. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. അതിൻ്റെ വാല്യൂ ആണ് 220.16 കിലോഗ്രാം. Second problem, a machine punching 35 mm holes in 30 mm thick flat plate requires 8 Newton meter of energy per square mm of sheared area and punches one hole in every 10 seconds. Calculate power of the motor required. The mean speed of the flywheel is 30 meter per second. The punch has a stroke of 120 mm. Find the mass of the flywheel required if total fluctuation of speed is not to exceed 3% of the mean speed. Assume that motor supplies energy to the machine at a uniform rate. ഈ പ്രോബ്ലത്തിലും നമ്മൾക്ക് മോട്ടറിൻ്റെ പവറും അതേപോലെ തന്നെ മാസ് ഓഫ് ദി ഫ്ലൈ വീലുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. ഫസ്റ്റ് സെൻറ്റൻസ്, എ മെഷീൻ പഞ്ചിങ് 35 mm holes in 30 mm thick flat plate requires 8 Newton meter of energy per square mm of sheared area and punches one hole in every 10 seconds.
അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്നും മേക്ക് ചെയ്യുന്ന ഹോളിൻ്റെ ഡയമീറ്ററും പ്ലേറ്റിൻ്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. അത് രണ്ടും എടുത്ത് എഴുതാം. അപ്പോൾ ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി ഹോളിനെ നമ്മൾ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.035 മീറ്റർ. ഇനി തിക്നെസ് ഓഫ് ദി ഫ്ലാറ്റ് പ്ലേറ്റ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03 മീറ്റർ. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് ഇറ്റ് റിക്വയർസ് 8 ന്യൂട്ടൺ മീറ്റർ ഓഫ് എനർജി പെർ സ്ക്വയർ mm ഓഫ് ഷിയർഡ് ഏരിയ എന്നുള്ളതാണ്. നമുക്കറിയാം രണ്ട് എനർജീസാണ് പഞ്ചിങ് പ്രസ്സിൻ്റെ കേസിൽ വരിക. ഒന്ന് E1, മറ്റൊന്ന് E2. E1 എന്ന് പറഞ്ഞാൽ ഒരു ഹോള് മേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് E1. അതേസമയത്ത് E2 എന്ന് പറഞ്ഞാൽ പഞ്ചിങ്ങിൻ്റെ ടൈമിൽ മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയാണ് E2. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു ഹോള് മേക്ക് ചെയ്യേണ്ട എനർജി, അതായത് E1 തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യൂണിറ്റ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ E1 ഈക്വൽ ടു നമുക്ക് എഴുതാം 8 ന്യൂട്ടൺ മീറ്റർ പെർ mm സ്ക്വയർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഹോള് പൂർണ്ണമായിട്ടും മേക്ക് ചെയ്യേണ്ട എനർജി അല്ല ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഒരു mm സ്ക്വയർ ഷിയേർഡ് ഏരിയ കട്ട് ചെയ്യാൻ വേണ്ട എനർജിയാണ് 8 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ യൂണിറ്റ് 8 ന്യൂട്ടൺ മീറ്റർ പെർ mm സ്ക്വയർ ഓഫ് ഷിയേർഡ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ mm സ്ക്വയർഡ് ഓഫ് ഷിയേർഡ് ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയർ ഓഫ് ഷിയേർഡ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് 8 × 10⁶ ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ ഓഫ് ഷിയേർഡ് ഏരിയ എന്നുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ E1 ഡീൽ ചെയ്തായിരുന്നു. E1 എന്നുള്ളത് അവിടെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇവിടെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ ഓഫ് ഷിയേർഡ് ഏരിയയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവഞ്ച്വലി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെയും ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റിനെയും നമ്മൾ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഷിയേർഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ഷിയേർഡ് ഏരിയനെ ഈ ഒരു വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അത് വഴിയെ നമ്മൾ ചെയ്യും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഷിയേർഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ E1ൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററിലേക്ക് വരും. അത് പിന്നീട് നമ്മൾ ചെയ്യും. ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇനി തന്നിരിക്കുന്നതാണ് ആൻഡ് പഞ്ചസ് 1 ഹോൾ ഇൻ എവരി 10 സെക്കൻഡ്. അത് നമ്മൾ പിന്നീട് ആവശ്യം വരും. ആ സമയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട ടൈമാണ് 10 സെക്കൻഡ്സ്. ഇനി കാൽക്കുലേറ്റ് പവർ ഓഫ് ദി മോട്ടർ റിക്വയർഡ്, അതായത് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി പറഞ്ഞിരിക്കുന്നത് മീൻ സ്പീഡ് ഓഫ് ദി ഫ്ലൈ വീൽ ഈസ് 30 മീറ്റർ പെർ സെക്കൻഡ്സ്. അതായത് മീൻ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ്സ്. നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് V ആണ്. RPM ആയിരുന്നെങ്കിൽ N എന്ന് റെപ്രസെൻറ്റ് ചെയ്താനേ. അതേസമയത്ത് റേഡിയൻ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്താനേ. ഇവിടെ മീൻ സ്പീഡ് V എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. V = 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി പറഞ്ഞിരിക്കുന്നത് പഞ്ച് ഹാസ് എ സ്ട്രോക്ക് ഓഫ് 120 mm. പഞ്ചിൻ്റെ സ്ട്രോക്ക് ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് S, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 മീറ്റർ. ഇനി ഫൈൻഡ് ദി മാസ് ഓഫ് ദി ഫ്ലൈ വീൽ റിക്വയർഡ് ഇഫ് ടോട്ടൽ ഫ്ലക്ച്വേഷൻ ഓഫ് ദി സ്പീഡ് ഈസ് നോട്ട് ടു എക്സീഡ് 3% ഓഫ് ദി മീൻ സ്പീഡ്. അപ്പോൾ ഇവിടെ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3% ഓഫ് മീൻ സ്പീഡാണ്. ഇതിനു മുന്നേയുള്ള പല പ്രോബ്ലംസിലും നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരിട്ട് ഞാൻ എഴുതാണ് V1 - V2 = 3% ഓഫ് V, where V1 is the maximum velocity and V2 is the minimum velocity. അപ്പോൾ നേരെ അതിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.03 V എന്നുള്ളത്. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പവർ ഓഫ് ദി മോട്ടർ. അപ്പോൾ പവർ ഓഫ് ദി മോട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതിന് മുന്നേയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അത് തന്നെയാണ് പവർ ഓഫ് ദി മോട്ടർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സെയിം രീതിയിൽ എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അത് തന്നെ പവറായിട്ട് കാണിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഷിയേർഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഷിയേർഡ് ഏരിയ A = π/dt. ഈ ഇക്വേഷൻ നോട്ട് ചെയ്യുക. ഇതിൽ D എന്ന് പറയുന്നത് ഹോളിൻ്റെ ഡയമീറ്റർ, T എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ്. രണ്ട് വാല്യൂസും നമ്മൾക്ക് ഗിവൺ ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾക്ക് കിട്ടുന്നതാണ് ഷിയേർഡ് ഏരിയ A = 3.2987 × 10⁻³ മീറ്റർ സ്ക്വയർ എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് ഷിയേർഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാവും. നമ്മൾക്ക് E1, അതായത് ടോട്ടൽ എനർജി റിക്വയർഡ് പെർ ഹോള് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആണ് 8 × 10⁶. പക്ഷേ അവിടെ അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ ഷിയേർഡ് ഏരിയയാണ് അതിൻ്റെ യൂണിറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ വാല്യൂവിനെ ഷിയേർഡ് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്
നമ്മൾക്ക് ടോട്ടൽ എനർജി റിക്വയർഡ് പെർ ഹോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുക. കാരണം തന്നിരിക്കുന്നത് ഒരു ഹോളിന് വേണ്ട, ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട എനർജി അല്ല ആക്ച്വലി, അത് ഒരു മീറ്റർ സ്ക്വയർ ഷെയർഡ് ഏരിയ കട്ട് ചെയ്യാൻ വേണ്ട എനർജിയാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു വാല്യൂവിനെ ഷെയർഡ് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട എനർജി നമ്മൾക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എനർജി റിക്വയർഡ് പെർ ഹോൾ E1 ഈക്വൽ ടു 8 × 10⁶, അതായത് ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ ഓഫ് ഷെയർഡ് ഏരിയയിലുള്ള വാല്യൂ ഇൻറ്റു 3.2987 ഇൻറ്റു 10⁻⁻3, അതായത് ഷെയർഡ് ഏരിയ നമുക്ക് ഇടുന്നതാണ് 2638.38 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂ. അപ്പോൾ ഇതാണ് ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട എനർജിയുടെ വാല്യൂ. ഇനി പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ 10 സെക്കൻഡിലും ഒരു ഹോൾ മേക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓൾസോ ദി ടൈം റിക്വയർഡ് ടു പഞ്ച് എ ഹോൾ ഈസ് 10 സെക്കൻഡ്. ദെയർഫോർ എനർജി റിക്വയർഡ് ഫോർ പഞ്ചിങ് പെർ സെക്കൻഡ്, അതായത് നമുക്കറിയാം ഓരോ 10 സെക്കൻഡിലും ഓരോ ഹോൾ മേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്കറിയാം ഒരു 10 സെക്കൻഡാണ്, ഓരോ 10 സെക്കൻഡിലും ഓരോ ഹോൾ മേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഹോളിന് വേണ്ട എനർജിയും അറിയാം. അങ്ങനെയാണെങ്കിൽ ആ എനർജിയെ 10 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഓരോ സെക്കൻഡിലും കൺസ്യൂം ചെയ്യുന്ന എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എനർജി റിക്വയർഡ് ഫോർ പഞ്ചിങ് പെർ സെക്കൻഡ് ഈക്വൽ ടു 2638.38 divided by 10, that is equal to 2638.94 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം എനർജി റിക്വയർഡ് പെർ സെക്കൻഡ് തന്നെയാണ് പവർ. അപ്പോൾ നമുക്ക് എഴുതാം പവർ ഓഫ് ദി മോട്ടർ ഈക്വൽ ടു 2638.94 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2638.94 വാട്ട്സ്. കാരണം ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് വാട്ട് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പവർ ഓഫ് ദി മോട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാസ് ഓഫ് ദി ഫ്ലൈ വീൽ റിക്വയർഡ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾക്ക് ഗിവൺ ആയിരുന്നു. സിൻസ് ദി സ്ട്രോക്ക് ഓഫ് ദി പഞ്ച് ഈസ് 120 mm ആൻഡ് പഞ്ചസ് 1 ഹോൾ ഇൻ എവറി 10 സെക്കൻഡ്, അതായത് 120 mm ആണ് സ്ട്രോക്ക്. അതേപോലെ തന്നെ ഓരോ 10 സെക്കൻഡിലും ഓരോ ഹോളും മേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം റിക്വയർഡ് ടു പഞ്ച് എ ഹോൾ ഇൻ എ 30 mm തിക്ക് പ്ലേറ്റ്, അതായത് 30 mm തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ TP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ടൈം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ട്രോക്ക് ഇൻറ്റു തിക്നെസ്. ഇതിൽ ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്, എസ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്, അതേസമയത്ത് തിക്നെസ് എന്നുള്ളത് 0.03. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അതെല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.25 സെക്കൻഡ് കിട്ടും. അതായത് ഒരു ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 1.25 സെക്കൻഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് E2 ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. E2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം പവർ ഓഫ് ദി മോട്ടറും അതേപോലെ ഒരു ഹോൾ മേക്ക് ചെയ്യേണ്ട ടൈമും അറിയാമെങ്കിൽ പവർ ഓഫ് ദി മോട്ടറിന് ഈ പറയുന്ന ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് E2 കിട്ടും. E2 എന്ന് പറഞ്ഞാൽ എനർജി സപ്ലൈഡ് ബൈ മോട്ടർ ഡ്യൂറിങ് പഞ്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ E2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ വായിക്കാം. എനർജി സപ്ലൈഡ് ബൈ മോട്ടർ ഇൻ 1.25 സെക്കൻഡ്സ്. അവിടെ 1.6 സെക്കൻഡ് എന്ന് എഴുതണം, അത് തെറ്റാണ്. 1.25 സെക്കൻഡ്സ് എന്ന് മാറ്റി എഴുതണം. E2 ഈക്വൽ ടു പവർ ഓഫ് ദി മോട്ടർ ഇൻറ്റു TP. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. E2 എന്ന് പറഞ്ഞാൽ എനർജി ഡെലിവേർഡ് ബൈ മോട്ടർ ഡ്യൂറിങ് പഞ്ചിങ് എന്നുള്ളതാണ്. ഒരു പഞ്ചിങ്ങിന് വേണ്ടി 1.25 സെക്കൻഡ് വരുന്നത് കൊണ്ട് പവർ ഓഫ് ദി മോട്ടറിനെ 1.25 വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2638.94 ഇൻറ്റു 1.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 3298.68 ന്യൂട്ടൺ മീറ്റർ. ഈ രീതിയിൽ നമുക്ക് E2 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് E1 അറിയാം, അതേപോലെ E2 അറിയാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡെൽറ്റ ഇ ഈക്വൽ ടു എന്താണ്, E1 മൈനസ് E2. രണ്ട് വാല്യൂസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് കിട്ടുന്നതാണ് 23090.7 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂ. ഇനി നമ്മൾ ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് CS ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അതിൻ്റെ ഇക്വേഷനാണ് CS ഈക്വൽ ടു V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ V. V1 മൈനസ് V2 എന്ന് പറഞ്ഞാൽ 0.03 V ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾക്ക് CS-ൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 0.03. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡെൽറ്റ ഇ ഈക്വൽ ടു MV സ്ക്വയർ CS എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ M ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ V സ്ക്വയർ CS എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും.
നമുക്ക് ഡെൽറ്റ ഇ, അതേപോലെ മീൻ വെലോസിറ്റി വി, സി എസ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഇതെല്ലാം നമുക്കറിയാം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ മാസിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 855.21 കിലോഗ്രാം.